പാലക്കാട് നഗരസഭയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി.ജെ.പിയിൽ ഭിന്നത. ഭൂരിഭാഗവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെന്നാണ് എതിർപക്ഷത്തിനുള്ള ആക്ഷേപം. പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അടക്കമുള്ളവർ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. അതേസമയം ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് എന്നിവർ പട്ടികയിൽ ഇല്ല. വി.എസ്. ഗോകുൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. ഗോകുൽ, അതായത് കൃഷ്ണകുമാറിന് ഇഷ്ടമുള്ളവർ മാത്രമാണോ പട്ടികയിൽ ഇടം പിടിച്ചത്? അതായത് നിലവിലുള്ള ഏറ്റവും വലിയ ആരോപണം മറുപക്ഷം ഉന്നയിക്കുന്നത് കൃഷ്ണകുമാറിന് ഇഷ്ടമുള്ളവർ മാത്രമാണ് ഈ നഗരസഭയിലെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. അതിൽ പ്രശാന്ത് ശിവൻ അടക്കം ഉൾപ്പെടുന്നു. ജില്ലാ അധ്യക്ഷന്മാർ മത്സരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനമുണ്ട്. അതിനിടയിലാണ് പ്രശാന്ത് ശിവൻ അടക്കമുള്ളവർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടതെന്നാണ് മറുവിഭാഗം പറയുന്നത്. അതേസമയം തന്നെ കൃഷ്ണകുമാറുമായി ചേർന്ന് നിൽക്കുന്ന വിഭാഗം പറയുന്നത് പ്രമീള ശശിധരനും കൃഷ്ണദാസും തങ്ങൾ മത്സരിക്കുന്നില്ല എന്നുള്ള നിലപാട് നേരത്തെ എടുത്തവരാണ്. അതുകൊണ്ടാണ് ആ പട്ടികയിൽ അവർ ഉൾപ്പെടുത്താത്തത്, അല്ലെങ്കിൽ അവരുടെ പേര് നിർദ്ദേശിക്കാത്തതെന്നാണ്. ഏതായാലും ഈ വിഷയത്തിൽ ബി.ജെ.പിക്കുള്ളിൽ ഒരു സംഘർഷം ഉടലെടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ 2 ദിവസത്തിനുള്ളിൽ തന്നെ അന്തിമ തീരുമാനമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഔദ്യോഗിക നേതൃത്വം പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ എങ്കിലും അതിൽ പ്രധാന പ്രശ്നമായി നിൽക്കുന്നത് ഈ പറയുന്ന നഗരസഭയിൽ നിലവിൽ ശക്തിയായ വിഭാഗത്തെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടുള്ള പട്ടികയാണ് നിലവിൽ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്നതെന്നാണ് എതിർ വിഭാഗത്തിന്റെ ആരോപണം.